നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നും നിങ്ങൾ അറിയുന്നത് പോലെ ഞാൻ ഇവിടെ അല്ല, ഇന്ത്യയിലില്ല, വെളിനാട്ടിലാണ് ഇരിക്കുന്നത്. ദുബായിലാണുള്ളത്. സോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം ഇന്നും ഒരു മണി നേരത്തിൻ്റെ മാർക്കറ്റ് ഇരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ. പക്ഷേ ഹോൾ ഡേ മാർക്കറ്റ് വന്ന് പ്ലസ് ഓർ മൈനസിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താ എന്ന് നോക്കാം, അതിനെക്കുറിച്ച് നോക്കാം. മാർക്കറ്റിന് ഇരുന്ന പോസിറ്റീവ് ഒരു കാര്യം 2 ദിവസമായിരുന്നത് തീർന്നു. ഇന്ന് മാർക്കറ്റിന് നിർത്തിയാണ് പിടിച്ചിരിക്കുന്നത്. എത്രയും ദിവസം ഇങ്ങനെ നിർത്തി വയ്ക്കും എന്നത് നോക്കാം. അല്ലെങ്കിൽ ട്രംപ് ആകുമോ അത് തിരികെ ബൾട്ടി അടിക്കുന്ന എന്ന് നോക്കാം. മാർക്കറ്റ് ഇന്ന് ഫ്ലാറ്റ് ആണ്. ആക്ച്വലി ബാങ്ക് നിഫ്റ്റി ഇന്ന് വലുതായിട്ട് വിടുന്നിരിക്കുന്നത്. ബാങ്ക്സ് ഒക്കെ പ്രഷറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ഇന്ന് ബാരലി പോസിറ്റീവായി ഇരിക്കുന്നത് എന്ന് നോക്കണം. IP സ്റ്റോക്സിന് അവർ നിർത്തിയിട്ടിരിക്കുന്നു. സ്വർണ്ണ 2 ദിവസം കൊണ്ട് വീഴുന്നതായിരുന്നു. പിന്നെ ഇപ്പോൾ 75 രൂപ ഏറിയിരിക്കുന്നു. മാർക്കറ്റ് വന്നിട്ട് ബാരലി പോസിറ്റീവ് എന്തെന്ന് വെച്ചാൽ കാരണം IT ഇൻഡെക്സിന് 1.5%, ഓട്ടോ, ഫാർമ, FMCG, മെറ്റൽ ഇതെല്ലാം പോസിറ്റീവാണ് വച്ചിരിക്കുന്നു. ബട്ട് മെയിനാണ് വന്നിട്ട് IT-ന് 1.6% പോസിറ്റീവാണ് വച്ചിരിക്കുന്നു. പോയ ഒരു 3-4 ദിവസം കൊണ്ട് IT-നെ വലുതായിട്ട് തൂക്കി വെച്ച് കൊണ്ടാടിയായിരുന്നു. പിന്നെ IT മൂലം തന്നെ ആ സമയം മാർക്കറ്റിനെ കയറ്റിയായിരുന്നു. ഇതൊക്കെ ആദ്യം തന്നെ സെൻസ് ചെയ്തു. ട്രേഡറിൻ്റെ ക്ലയൻസും മുതലാളിയുടെ ക്ലയൻസും ഭയങ്കര ഖുഷിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ എത്രയും ദൂരം ഇറങ്ങുന്നോ അത്രയും ദൂരം ഇൻഫി, TCS, HCL ഒക്കെ കൺസിഡർ ചെയ്യണം. റിപ്പോർട്ട് എന്ത് പറയുന്നു എന്നാൽ ലോയസ്റ്റ് പോയിന്റിലിരുന്ന് ഇന്ന് 11-12% പ്രോഫിറ്റ് ആയി എന്നാണ് പറയുന്നു ഇൻഫോസിസിനെ കുറിച്ച്. മാർക്കറ്റിൽ എല്ലാ സ്റ്റോക്കും നമ്മുടെ പോസിറ്റീവ് ലിസ്റ്റിലാണ് ഇരിക്കുന്നത്. വെള്ളി, തങ്കമയിൽ, IDFC, ഫെഡറൽ ബാങ്കാണ് നെഗറ്റീവ് ആയിരുന്നത്. തങ്കമയിൽ ഇന്നും ഒരു 10% കറപ്റ്റ് ആയിരിക്കുന്നു. ഗവൺമെൻറ് ഫീസിലിരിക്കുന്നു. എങ്കിലും വെപ്രളപ്പെട്ട് അകത്ത് കയറണ്ടായിപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ അത് വൈറസ് സൂചിയാണ്. 20% തന്നെ ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ 20% കൂടെ ഇറങ്ങേണ്ട പോസിബിലിറ്റീസ് ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ഷമയോട് കാത്തിരിക്കാം. ലോങ് ടേം റിസൾട്ട്സിൽ ഏതൊരു ബാധിക്കും തങ്കമയിലിനില്ല. ഇന്ന് നമ്മൾ തങ്കമയിൽ കൺസിഡർ ചെയ്യൂല, കാത്തിരിക്കാം. പട്ടാസ് ലിസ്റ്റിൽ മറ്റതെല്ലാം പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. ഹീറോ മോട്ടോഴ്സ്, കർണാടക ബാങ്ക് വെരി ഗുഡ് റിസൾട്ട്സ് വന്നിരിക്കുന്നു. വിപ്രോ, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, HCL, കല്യാൺ ജുവലേഴ്സ്, TCS, ബജാജ് ആട്ടോ, M&M എല്ലാം മുകളിലിരിക്കുന്നു. സോ നമ്മുടെ പട്ടാസ് ലിസ്റ്റ് എല്ലാം ബാലൻസ്ഡ് ആയിട്ട് മുകളിലിരിക്കുന്നു. നമ്മൾ എപ്പോഴും എങ്ങനെ കൺസിഡർ ചെയ്യുമെന്നാൽ ഒരു സൈഡ് ഇറങ്ങുവാണെങ്കിൽ ഒരു സൈഡ് കയറി എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. മാർക്കറ്റ് വലുതായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യൂല, ഇമ്പാക്റ്റ് ചെയ്യൂല ലോങ് ടേമിന്. ഇന്നലെ ഒരു വലിയ ക്ലയൻറ്റ് ഒരാൾ വന്നായിരുന്നു. അവർ പറഞ്ഞ കാര്യമാണ് 7 കൊല്ലം നിങ്ങളെ കൂടെ ട്രാവൽ ചെയ്തായിരുന്നു, മാർക്കറ്റിനെ നമ്മൾ ഹെവിயாக ബീറ്റ് ചെയ്യുന്നു സാർ. അങ്ങനെയാണ് പറഞ്ഞത്. 7 വർഷം കൂടെ എന്നെ പൊരുത്ത മട്ടിൽ ഷോർട്ട് ടേം ആണ്. ഇനി ഒരു 10 കൊല്ലം ആകുമെങ്കിൽ പോർട്ട്ഫോളിയോ ഒക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കണ്ണ് ഒത്തിക്കുന്നത് പോലെയാണ് ഇരിക്കും. ബട്ട് എനിവേ അവരങ്ങനെ പറഞ്ഞത് എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് മണിപ്പാലിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. ഞാൻ ഇൻഫാക്റ്റ് ഹോസ്പിറ്റൽ സെക്ടറിനെ കുറിച്ച് സംസാരിക്കുന്നതില്ല. കാരണം അപ്പോളോയും മാക്സും വൈഡ്ലി എക്സ്പെൻസീവ് എന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. മണിപ്പാൽ വന്നിട്ട് 75 ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നടത്തുന്നു. അവർ ചോദിക്കുന്ന വാല്യുവേഷൻ എക്സ്ട്രീംലി ഹൈ ആണ്. 75 ടൈംസാണ് ഏർണിങ്സ് ചോദിക്കുന്നത്. ആദ്യത്തെ ദിവസത്തിൽ വെറും 15% തന്നെ ഫില്ലായിരിക്കുന്നു. അങ്ങനെയെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഗ്രേ മാർക്കറ്റിലും പ്രീമിയം 2% തന്നെ ഇരിക്കുന്നത്. നോർമലായിട്ട് ഞാൻ വന്ന IPOയ്ക്ക് എഗെയിൻസ്റ്റ് ആണ്. അതുപോലെ ഈ IPOയ്ക്ക് ഞാൻ എഗെയിൻസ്റ്റ് ആണ്. പക്ഷെ അങ്ങനെ ഇരുന്ന് താഴെക്കട്ടെ ഉരുട്ടുവാണെങ്കിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയാൽ ഒന്നും കിട്ടൂല. സോ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇത് ലിസ്റ്റായതിൻ്റെ ശേഷം സ്മാളർ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ കൺസിഡർ ചെയ്യാൻ അവസരം കിട്ടും. സോ നിങ്ങൾ വെപ്രാളപ്പെട്ട് ഇതിൽ എൻ്റർ ആവണ്ട. ഇന്ന് 2 വലിയ കമ്പനിയുടെ റിസൾട്ട് വരുന്നു. 3 പട്ടാസ് ലിസ്റ്റിലിരിക്കുന്ന കമ്പനിയുടെ റിസൾട്ട് വരുന്നു. ടാറ്റ സ്റ്റീലിൻ്റെ ഇത് വരുന്നു. മഹേന്ദ്ര ഇത് വരുന്നു. മഹേന്ദ്രയും ഒരു കാലത്തിൽ പട്ടാസ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ടാറ്റ സ്റ്റീലും പട്ടാസ് ലിസ്റ്റിൽ ഇരുന്ന ഒരു കമ്പനിയാണ്. രണ്ടും ഇപ്പോൾ വൈറസ് സൂചിയായിട്ടുള്ള ഒരു കമ്പനിയാണ്. അവസാനം ഇപ്പോൾ എക്സൈർ ഇൻഡസ്ട്രീസ് വരുന്നു. ഒരുപാട് ദിവസം നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആ റേഞ്ചിലാണ് ഇരുന്നത്. പിന്നെ അത് വൈറസ് സൂചിയായിട്ട് അതൊക്കെ മാറിയായിരുന്നു. ഇത് കാരണം അതിനെയും നോക്കാം. സ്റ്റേറ്റ് ഓഫ് ഫൈനാൻസ്, അതായത് റീറ്റെയിൽ ഫൈനാൻസ് ഇന്ത്യയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നത് നമുക്ക് പറയാൻ വരുന്നത് വന്നിട്ട് ബജാജ് ഫൈനാൻസ് ആണ്. അതിൻ്റെ റിസൾട്ട്സും നാളെ വരുന്നു. US ഫെഡറൽ റിസർവ് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ്സിനെ കയറ്റിയും ഇല്ല ഇറക്കിയും ഇല്ല. പക്ഷേ ഇൻഫ്ലേഷൻ്റെ റിസ്ക് ഭയങ്കര എലിവേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ ഒരു വാർണിംഗ് മാത്രം കൊടുത്തിരിക്കുന്നു. അടുത്ത വളരെ മുഖ്യ കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ US ഫെഡറൽ റിസർവ് വന്നിട്ട്
റേറ്റിനെ കയറ്റാൻ ഒരു ചാൻസ് ഇരിക്കുന്നു. അതിനെ എങ്ങനെ ഷ്രിങ്ക് ചെയ്യാമെന്ന് കമ്മിറ്റി ഇട്ടിരിക്കുന്നു. ഇവർ ആ വാക്കിനെ പിടിച്ചു വെച്ചുകൊണ്ട് നിങ്ങളെ സ്ഥലത്തിൽ പറ്റില്ലെങ്കിലും ഒന്നുമില്ല ബോസ്, അമേരിക്കയ്ക്ക് നിങ്ങൾ അഡ്വൈസ് താ എന്ന് അതിനെ അവരകത്ത് ഏറ്റിയിരിക്കുന്നു. ബ്രണ്ട് തിരികെ 90ൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നു. ഇടയ്ക്ക് കുറേ നേരം 90ൻ്റെ മുകളിലുണ്ടായിരുന്നു. മൈൽഡായിട്ട് ഫ്ലക്ച്വേറ്റ് ആവുന്നു. ഇന്ത്യ ബാസ്ക്കറ്റ് 95ക്ക് മുകളിൽ ചെന്നിരിക്കും. പിന്നെ രൂപ പ്രഷറിലോട്ട് വരും. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്കും പ്രഷറിൽ വരും. കാരണം ഇന്നലെ അമേരിക്ക ഇറാനിൽ ഗുണ്ടിട്ടായിരുന്നു. അതുപോലെ തിരികെ ഇറാനും ഗുണ്ടിട്ടിരിക്കുന്നു. വൈകുന്നേരം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ കോണ്ടന്റ് ഇൻറ്റൻസിഫൈ ആയിരിക്കുന്നു. ഈ കോണ്ടെക്സ്റ്റിൽ വിന്നറേ ഇരിക്കൂല എന്നതാണ് ഇവിടുത്തെ പ്രോബ്ലം. അതുപോലെ തന്നെ ഈ റെഡ് സീനെ ബ്ലോക്ക് ചെയ്യാൻ സക്സസ്ഫുൾ ആയുവാണെങ്കിൽ ഊട് വന്നിട്ട് 135 വരയ്ക്കും ചെല്ലാം എന്നാണ് ചില അനലിസ്റ്റൊക്കെ പറയുന്നത്. പക്ഷേ എന്നെ പൊറുത്ത മട്ടിൽ അങ്ങനെ ഒന്നും ചെല്ലൂല. കാരണം ചൈന വന്നിട്ട് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സ്റ്റേജിനാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുക്കാവശ കാസ് ഇലക്ട്രിക് കാർ ആയ കാരണം അവരെ കൊണ്ട് ഈ ഓയിൽ കൺസംഷനെ കുറയ്ക്കാൻ പറ്റുന്നു. കോൾ കൺസംഷനും കയറ്റാൻ പറ്റുന്നു. ഇത് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന കാരണം ഓയിൽ ഒരുപാട് കയറുന്നില്ല. ഇപ്പോൾ വലിയ മാർക്കറ്റായിരിക്കുന്നത് ഒന്ന് ലോൺ മാർക്കറ്റാണ്. പക്ഷേ അതിൽ നമ്മൾ മുമ്പേ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പീച്ച് തുടങ്ങുന്ന മുമ്പേ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തായിരുന്നു മണപ്പുറത്ത് 32 രൂപയ്ക്ക്. പക്ഷേ മണപ്പുറം മാത്രമല്ല, മുത്തൂട്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് ഇതൊക്കെ വന്നിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എല്ലാത്തിനെയും നമ്മൾ ഒരുപാട് ദിവസത്തിന് മുമ്പ് വലിയ പൊസിഷൻ എടുത്തു വച്ചിരിക്കുന്നു. പിന്നെ ഈ ഗോൾഡ് ലോൺ എന്ന് പറയുന്ന കാര്യം ഒരു വലിയ ബിസിനസ് ആവും. ടാറ്റ ക്യാപിറ്റലും ഗോദ്രേജ് ക്യാപിറ്റലും അപ്പത്തിൽ ഈ ചെറിയ ചെറിയ പ്ലെയേഴ്സിന് വില കൊടുത്ത് വാങ്ങുന്നു. വേറെ ടാറ്റ ക്യാപിറ്റലും ഒരു കമ്പനി വാങ്ങിയിരിക്കുന്നു. എൻ്റെ ഒരു പേടി എന്തെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു വലിയ കമ്പനി കാരണം, അതായത് ഇതൊരു ഓണർ ഡ്രിവൻ ബിസിനസ്സാണ്, അവരെ കൊണ്ട് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഇവിടുത്തെ ചോദ്യമായിരിക്കുന്നു. ഈ ഒരു കാര്യം സപ്പോസ് ഇതിലൊരു ഷാർപ്പ് ഫാൾ ഇൻ പ്രൈസ് ഉണ്ടെങ്കിൽ ഒരുപാട് NPA വരും എന്നതാണ് കാരണം. ഇതിനെ കണ്ടുകൊണ്ട് അനലിസ്റ്റൊക്കെ എന്ത് പറയുന്നു എന്നാൽ 20 ലക്ഷം കോടി ഇരുന്ന മാർക്കറ്റ് 30 ലക്ഷം കോടി വരയ്ക്കും ചെല്ലും എന്നാണ് പറയുന്നത്. 50% എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 50% മുകളിൽ മാർക്കറ്റ് കയറും എന്നാണ് പറയുന്നത്. അത്രയും ഗോൾഡ് ഇരിക്കുന്നു എന്ന് പറയുന്നു. ഗോൾഡിന് അൺലോക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നമ്മൾ വന്നിട്ട് മുത്തൂട്ട് ഇരിക്കുന്നു ഡയറക്റ്റായിട്ട്. കടനിൽ വന്നിട്ട് 2-3 കമ്പനിയായിട്ട് നമ്മൾ ഇരിക്കുന്നു. റെഡ് മുത്തൂട്ടിലിരിക്കുന്നു, പിന്നെ മണപ്പുറത്തിലിരിക്കുന്നു, സൗത്ത് ഇന്ത്യൻ ബാങ്കിലിരിക്കുന്നു, കർണാടക ബാങ്കിലിരിക്കുന്നു, ഫെഡറൽ ബാങ്കിലിരിക്കുന്നു. ഇത് എല്ലാവരും ഒരു വലിയ ഗോൾഡ് ലോൺ പ്ലേയേഴ്സാണ്. നമ്മളിതിനെ ഒരുപാട് ദിവസം കൊണ്ട് കൺസിഡർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയ വലിയ പ്ലേയേഴ്സും ഇതിൻ്റെ അകത്ത് വരുന്നു. ഇത് നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഷോസിസ് 16% ഏറിയിരിക്കുന്നു. റിപ്പോർട്ട് വായിച്ചായിരുന്നു. അതുപോലെ TCSും അതിൻ്റെ ഒപ്പം വന്നിരിക്കും. HCL ടെക്കും വന്നിരിക്കും. നമ്മൾ ഈ ലോയസ്റ്റ് പോയിന്റിൽ IT-യിൽ ബെറ്റ് എടുത്തത് നമുക്ക് വളരെ ഫേവറബിൾ ആയിട്ട് വന്നിരിക്കുന്നു. ഫേവറബിൾ വന്നിട്ട് നമ്മൾ വളരെ ഗെയിൻ ചെയ്ത് അതിൻ്റെ ഒപ്പം യൂസ് ചെയ്യണം. ഗോൾഡ് ലോണിനെ കുറിച്ച് ഇന്നൊരു മാറ്റർ പറയാനുണ്ട്. മന്ത്ലി റീപേയ്മെൻറ്റ് മോഡലാണ് ഇട്ടിരിക്കുന്ന ഒരുപാട് ഫിനാൻഷ്യേഴ്സ്. ഈ മന്ത്ലി റിട്ടയർമെൻറ്റ് എന്നൊക്കെ ഒരുപാട് ആൾക്കാരെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. കാരണം NPA റിലീസായി ഗോൾഡ് തിരികെ റീസൈക്ലിംഗ് മാർക്കറ്റിലോട്ട് എത്തും. എൻഫോഴ്സ്ഡ് ആണെന്ന് പറയുന്നു. ടാറ്റയുടെ ക്യാരക്ടർ എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയിലൊക്കെ ലാബ് ഗ്രോൺ ഡയമണ്ട് വളരെ ചീപ്പായി കിട്ടുന്ന കാരണം ഒരുപാട് ജനങ്ങൾ വാങ്ങുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ ഫ്യൂച്ചർ വളരെ നന്നായിരിക്കുമെന്ന് പറയുന്നു. കാരണം ഈ യങ്സ്റ്റേഴ്സ്, ഈ ഫ്യൂച്ചർ ജനറേഷനൊക്കെ ഇതിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു. ഇത് കാരണം അവരിതിന് വലിയ ഒരു ലെവൽ ഓഫ് ഗെയിൻ എന്നാണ് പറയുന്നു. കർണാടക ബാങ്ക് വന്നിട്ട് ഇയർ ഓൺ ഇയർ 43% പ്രോഫിറ്റ് ഗ്രോ ആയിരിക്കുന്നു. 400 കോടിക്ക് മേലാണ് ലാഭം അവർ ഏൽപ്പിയിരിക്കുന്നത്. ഇൻട്രസ്റ്റ് കം ലോൺ വന്നിട്ട് 940 crores അടുത്ത് കയറിയിരിക്കുന്നു. ഇത് വന്നിട്ട് നമുക്കൊരു നല്ല ന്യൂസാണ്. കാരണം സ്റ്റോക്ക് ഇന്നും സ്ട്രെങ്തൻ ആവും. രാജ് ഹൗസിങ്ങിന് ഗ്രോത്ത് ഇരിക്കുന്നു, പക്ഷേ ഇതിപ്പം മാർജിൻ പ്രഷറും ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും മാർജിൻ പ്രഷറും ഇരിക്കുന്നു. കോഗ്നിസന്റും നല്ല റിസൾട്ട് കൊടുത്തിരിക്കുന്നു. കോഗ്നിസന്റ് ഷെയർസും സർജ് ആയിരിക്കുന്നു. അത് ഇന്ത്യയിലല്ല, സോ അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട. എക്സ്പോർട്ട് മാർക്കറ്റിൽ കാർ എക്സ്പോർട്ടിൽ എനിക്ക് വന്നിട്ട് 55% ഓഫ് ഓൾ എക്സ്പോർട്സ് ചെയ്യുന്നു എന്ന് പറയുന്നു. ബേസിക്കലി സുസുക്കി വന്നിട്ട് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, അതർ ഏഷ്യൻ കൺട്രീസിന് ഗുജറാത്തിലിരിക്കുന്ന അവരുടെ പ്ലാന്റിനെ ബേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിനെ നമ്മൾ വന്നിട്ട് അത്ര വലുതായിട്ട് കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ ഒരു വർഷത്തിന് 10 ലക്ഷം കാർ കൂടെ എക്സ്പോർട്ട് ചെയ്യുന്നതില്ല. പക്ഷേ ചൈന ഒരു മാസത്തിന് 10 ലക്ഷം കാർ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഒരു വലിയ ഡിമാൻഡായിട്ടാണ് ഇരിക്കുന്നത്. ടാർസൺ ആൻഡ് ട്യൂബ്രോ എന്ത് പറയുന്നു എന്നാൽ EV വെഹിക്കിളൊക്കെ വളരെ ഹെവി ബിസിനസ് ആയിരിക്കുന്നു. കാരണം EV കോമ്പോണൻസിൽ
ആണ് പറയുന്നത്. ഫൈനലി മേ ബി മോട്ടോർ മാനുഫാക്ചറിങ് വരെ ചെല്ലും ഇലക്ട്രിക് മൊബിലിറ്റിയിൽ ഞങ്ങൾക്കൊരു വലിയ കൈ കിട്ടും. പിന്നെ ഏഷ്യൻ പെയിൻറ്റ്സ് എന്ത് പറയുന്നു എന്നാൽ ഫുഡ് കോസ്റ്റ് കയറിയിരുന്നാൽ പോൽ കൂടെ വിലയിനെ കയറ്റിയ കാരണം ബെറ്റർ റിയലൈസേഷൻ എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് കാര്യങ്ങൾ പറയുന്നത്. FMCG പോർട്ട്ഫോളിയോയിൽ ഡോബർ വന്നിട്ട് എന്ത് പറയുന്നു എന്നാൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഓർഗാനിക്കായിട്ട് വളരെ കുറവായിട്ടാണ് ഇരിക്കുന്നു. ഞങ്ങൾ ഫാസ്റ്റായിട്ട് അക്വിസിഷൻ മൂലം ഗ്രോ ആകാൻ പോകുന്നു എന്ന് പറയുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ഓവറാളായിട്ട് മാർക്കറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് ചെന്നാലും IT നമുക്ക് കൈ തന്നിരിക്കുന്നു. പോലെ ഗോൾഡ് ലോൺ കമ്പനീസ് നമുക്ക് കൈ കൊടുത്തിരിക്കുന്നു. നമുക്ക് പോസിറ്റീവാണ്. ഇൻകമയിൽ വന്നിട്ട് വളരെ റണ്ണപ്പ് ആയിരിക്കുന്നു. more than 20 ടൈംസ് നമുക്ക് കയറിയിരിക്കുന്നു. ഇത് എൻട്രി ആയ കൺസിഡറേഷൻ പോയിന്റിലിരുന്നു. പ്രോഫിറ്റ് ടേക്കിംഗ് എന്ന് പറയുന്നത് നോർമലാണ്. വിൽക്കാനൊന്നുമില്ല. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു രണ്ടാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ഇനിയും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.